നമസ്കാരം. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് മംഗലാപുരത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. മുംബൈ CSMT റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും രാത്രി 9:54 മംഗളൂരുവിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ മറൈൻ ഡ്രൈവിലാണുള്ളത്. തൊട്ട് മുന്നിലായി വാങ്കഡെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം കാണാം. പിന്നെ ഇവിടെ തന്നെയാണ് ബ്രാബോൺ ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്നത്. രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഇവിടെ. ഇതിനോട് ചേർന്ന് തന്നെയാണ് റോഡും കടന്നു പോകുന്നത്. വൈകുന്നേരങ്ങളിൽ ഇവിടെയൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. നരിമാൻ പോയിൻ്റാണ് ആ ഭാഗമൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്നിപ്പോൾ നേരെ മുൻഭാഗത്തേക്ക്, അതൊക്കെ ബാന്ദ്ര സൈഡ്. ആ ഭാഗത്ത് ഒരുപാട് കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാമല്ലോ. ഒരുപാട് ദൂരത്തായിട്ടാണ് അതൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു വ്യൂ തന്നെയാണ് ഇവിടുന്ന് കിട്ടുന്നത്. മുംബൈയിലെ ഐക്കോണിക് ആയിട്ടുള്ള ഈ ടാക്സി കണ്ടോ, മഞ്ഞയും കറുപ്പുമായിട്ടുള്ള സാൻഡ്രോ. ഇപ്പം ഇവിടെ പുതിയ അപ്ഡേഷനാണെന്ന് തോന്നുന്നു, നീല കളറും കൂടെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും മാറ്റമായിരിക്കാം. അതുപോലെ തന്നെ മറൈൻ ഡ്രൈവിലെ വൃത്തി കണ്ട അടിപൊളിയാണ്. നല്ല വഴികളും ഒന്നിനോടൊന്ന് മികച്ചതാണ്. മറൈൻ ഡ്രൈവിൻ്റെ അവിടുന്ന് മുംബൈ CSTയിലേക്ക് നടന്നിട്ട് പോവുകയാണ്. അതിന് മുന്നേ തന്നെ മറ്റൊരു കാര്യം പറയാം. ട്രെയിൻ പുറപ്പെടാൻ ഇനിയും 4 മണിക്കൂറിന് മുകളിൽ സമയമുണ്ട്. നമ്മുടെ ട്രെയിനിൻ്റെ ചാർട്ട് പോലും ഇതുവരെ പ്രിപ്പയർഡ് ആയിട്ടില്ല. ഞങ്ങൾക്ക് നിലവിലിപ്പം RAC 22, 23 എന്ന നിലയിലാണ് ഉള്ളത്. കൺഫേം ആവുമെന്ന് വെച്ചാൽ കൺഫേം ആവുമായിരിക്കും, കാരണം അത്രയല്ലേ ഉള്ളൂ. പിന്നെ ചാർട്ട് ട്രെയിൻ പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുന്നേ ആവുള്ളൂ. 5:54 ആവും ഏകദേശം. സമയം ഇപ്പോൾ ഒരു 4:45 ആയതേ ഉള്ളൂ. ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ നിന്നിപ്പോൾ നടന്നു വന്ന വഴി അതാണ്. ഈ തൊട്ട് മുന്നിൽ കാണുന്ന ഇവിടെയാണ് ബോംബെ ഹൈക്കോർട്ട്. അതുപോലെ തന്നെ ഇത് ഹുതാത്മ ചൗക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടെ തന്നെ നല്ലൊരു ഉദ്യാനമൊക്കെ ഉണ്ട്. എല്ലാ ഭാഗങ്ങളും അടിപൊളിയാണ് മുംബൈയുടെ. ഇത് അവിടെ ഇതാ AC ഡബിൾ ഡെക്കർ. ഇത് നേരെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയാണ്. മുംബൈയുടെ ഒരുപാട് സ്ട്രീറ്റ് വഴി ഇങ്ങനെ നടന്നിട്ട് പോവുകയാണ്. ഈ ഒരു ഫീലൊന്നും നമുക്ക് ഡൽഹിയിലെത്തിയാൽ കിട്ടൂല. ഞങ്ങളുടെ രണ്ടുപേരുടെയും പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെ, ഞങ്ങൾക്ക് ഡൽഹിയേക്കാൾ കൂടുതൽ ഇഷ്ടം മുംബൈയാണ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ CST റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം പറയാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ ഇതാ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. പണ്ട് ഇതിനെ വിക്ടോറിയ ടെർമിനസ് എന്ന പേരിലും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഡൽഹി മുംബൈ പ്രധാന വ്യത്യാസം എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞില്ലേ, മെയിനായിട്ട് ഇവിടുത്തെ വൃത്തി തന്നെയാണ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തെ വൃത്തിയും CSMT റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തെയും വൃത്തി നിങ്ങളൊന്ന് മെയിനായിട്ട് ശ്രദ്ധിച്ചോ. എടുത്തു പറയേണ്ട തന്നെയാണ് മുംബൈയുടെ കാര്യം. മുംബൈയുടെ ഓരോ ഭാഗത്തും റെയിൽവേ സ്റ്റേഷൻ്റെ അടിപൊളിയാണ്. പഹഡ്ഗഞ്ചിൻ്റെ ഭാഗമൊക്കെ പിന്നെ എടുത്തു പറയണം അല്ലേ. നമ്മൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ പുറത്ത് പഹഡ്ഗഞ്ച് ഭാഗമാണ്. അവിടെ തന്നെ ഈ മറ്റേ പൊതു ശൗചാലയം വരുന്നത് ആ ഭാഗത്ത് തന്നെ. അവിടെ തന്നെയാണ് ഭക്ഷണം കുക്ക് ചെയ്യുന്നത്. അതായത് തട്ടുകടകളൊക്കെ വരുന്നത് ആ ഭാഗത്ത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഒരു വൃത്തി നമ്മുടെ തലസ്ഥാന നഗരത്തിൻ്റെ ആ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തില്ല. അതേസമയം നിങ്ങൾ നേരെ CST ഭാഗം നോക്കിയേ, എന്ത് വൃത്തി. അതാണ്, വൃത്തിക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് മെയിനായിട്ട് കൊടുക്കേണ്ടത്. ഇപ്പം ഇതാ സമയം 4:55 ആകുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായി കാണുന്ന ഈ കെട്ടിടമാണ് മുംബൈ കോർപ്പറേഷൻ. തൊട്ട് മുന്നിൽ തന്നെയാണുള്ളത്. ഇനിയിപ്പം ഒരു 2 മണിക്കൂർ നേരം ഞങ്ങൾ ഇവിടുത്തെ വെയിറ്റിംഗ് റൂമിൽ പോയിരിക്കുകയാണ്. എന്നിട്ട് രാത്രിക്കത്തെ സ്റ്റേഷൻ്റെ വ്യൂ എങ്ങനെയാണെന്ന് കാണണ്ടേ. സമയം രാത്രി 7 മണിയായി. എന്നാൽ പിന്നെ രാത്രിക്കത്തെ ഭക്ഷണം പോയി കഴിക്കാമെന്ന് കരുതി. ഇവിടെ തന്നെ ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റുകളുണ്ട്. കുറേ നാളായി പൊറോട്ടയൊക്കെ കഴിച്ചിട്ട്. എന്നാൽ പിന്നെ ഇന്നൊരു പൊറോട്ടയും ചിക്കനൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് നാളായി നോൺ വെജ് കഴിച്ചിട്ട്. അങ്ങനെ ഹോട്ടലിൽ വന്ന് ഭക്ഷണമൊക്കെ ഞങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ചിക്കൻ 65 എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പൊറോട്ടയും പറഞ്ഞിട്ടുണ്ട്. നന്നായി പൊറോട്ട പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വരും. പൊറോട്ട എത്തിയിരിക്കുകയാണ്, ചിക്കൻ 65 എത്തിയിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രേവി ആയിട്ട് ഒരു കറിയും ഉണ്ട്. പിന്നെ കുറച്ച് സവാളയും കൂടെ ഉണ്ട്. അപ്പോൾ രാത്രി കഴിക്കുന്നത് ഇന്ന് ഇതാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു വീണ്ടും ഇതാ CSMT റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. രാത്രിക്ക് കാണുന്നൊരു കാഴ്ച ഇതാണ്. 7:40 ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഓരോ കളറുകളും
മാറി മാറി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു ബ്ലോക്ക് കണ്ട, നല്ല ട്രാഫിക് തന്നെയാണ്. ഇപ്പം രാത്രിയിൽ CSMT റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ച ഇങ്ങനെയാണ്. അതുപോലെ തന്നെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയ ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് CSMT. അപ്പോൾ ഒരു കിടിലൻ സ്റ്റേഷൻ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതുവഴി നമുക്ക് നേരെ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാം. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇത് നേരെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലോട്ട് പോകുന്ന ബസ്സാണ്. പിന്നെ അവിടെ അത് AC ഡബിൾ ഡെക്കർ പഴയ മുംബൈയിലെ ബസ്സാണ്, നോൺ AC. കൊളാബ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാ ആ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ വണ്ടികളൊക്കെ ഉണ്ട്. CSMT റെയിൽവേ സ്റ്റേഷനിലാകെ 18 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതിൽ 1 മുതൽ 7 വരെ ലോക്കൽ ട്രെയിനുകൾ പോകുന്ന പ്ലാറ്റ്ഫോമുകളാണ്. 8 മുതൽ 18 വരെയാണ് എക്സ്പ്രസ് ട്രെയിനുകൾ പുറപ്പെടുന്ന പ്ലാറ്റ്ഫോമുകൾ. ഞങ്ങൾ 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. ട്രെയിനിൻ്റെ ചാർട്ടൊക്കെ നേരത്തെ തന്നെ പ്രിപ്പയർഡായി. 2 ബെർത്ത് കിട്ടി. പക്ഷേ S3-ൽ 2 വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്താണ് കിട്ടിയത്. 2 ലോവർ ബർത്താണ് കിട്ടിയത്. ഒന്ന് 9-ഉം പിന്നെ മറ്റൊന്ന് എനിക്ക് കിട്ടിയത് 36-ഉം. അതായത് ഒരുപാട് ഗ്യാപ്പ് മാർക്കാണ്. ഇങ്ങനെയൊന്നും ഈ അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മളെപ്പം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ RIC എല്ലാം ആവുന്ന സമയത്ത് നമുക്ക് ഒന്നെങ്കിലും മിഡിൽ അല്ലെങ്കിൽ അപ്പർ ആ ഒരു പൊസിഷൻ തന്നെയാണ് എപ്പോഴും കിട്ടാറുള്ളത്. മംഗളൂരു സൂപ്പർഫാസ്റ്റിന് അൺറിസർവ്ഡിൽ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ജനറലിൽ കയറണമെങ്കിൽ ക്യൂ നിൽക്കണം. ഈ ക്യൂ എവിടം വരെയാണെന്ന് നോക്കിക്കോ. അങ്ങനെ പണ്ടത്തെ പോലെ ഇടിച്ച് കയറിയിട്ടൊന്നും ഇപ്പം ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. ഇപ്പം ക്യൂ നിന്ന് ആ ക്യൂ അനങ്ങുന്നത് പോലെ ട്രെയിനിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. 2 ദിവസം മുന്നേ ഞങ്ങൾ പൂനെയിലുണ്ടായിരുന്നു. ആ സമയത്തും സ്റ്റേഷനിലെത്തിയപ്പോൾ ഇതുപോലെ ക്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ബംഗാളിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ ആയതുകൊണ്ടാണ് അങ്ങനെ ക്യൂ എന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇതിപ്പോൾ എല്ലാ ട്രെയിനും ഇങ്ങനെ തന്നെയാണ്. ക്യൂവിൻ്റെ ആദ്യത്തുള്ള ഒരു 10-20 ആൾക്കാർക്ക് കയറിയിട്ടുണ്ടെങ്കിൽ സീറ്റ് കിട്ടും. ബാക്കി ഏറ്റവും പുറകിലുള്ള ആൾക്കാർക്കൊന്നും ഉറപ്പായിട്ടും സീറ്റ് കിട്ടൂല. പക്ഷേ ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം കുറച്ച് ജനറൽ മാത്രമേ ഉള്ളൂ. ക്യൂ ആണെങ്കിൽ എവിടം വരെയാണ്. 9:45 ഇപ്പോഴാണ് ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 14ലേക്ക് ഷണ്ടിങ് ചെയ്ത് വരുന്നത്. 5 മിനിറ്റ് കൂടെ ഉള്ളൂ വണ്ടി പുറപ്പെടാൻ. എന്തായാലും ലേറ്റ് ആവും. അൺറിസർവ്ഡിൻ്റെ തിരക്കിങ് ഇവിടം വരെ എത്തി. മംഗളൂരു ജംഗ്ഷൻ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ നമ്പർ 121-33. ഈ ട്രെയിൻ സെൻട്രൽ റെയിൽവേൻ്റെ ട്രെയിനാണ്. അവരാണിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. S3 ഈ ഭാഗത്തായിട്ട് തന്നെ വരും. അൺറിസർവ്ഡിലേക്ക് ആൾക്കാർ കയറി പോകുന്നതുണ്ടോ? ക്യൂ നിൽക്കുക. അത് കയറി പോകുന്ന പോലെ ജനറലിലേക്ക് കയറുക. അത് മാത്രമേ നടക്കുള്ളൂ. S3 കോച്ചിൻ്റെ അകത്ത് കയറി. ഇനിയിപ്പോൾ ട്രെയിൻ എത്ര മണിക്കാണ് പുറപ്പെടുന്നതെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്തായാലും വണ്ടി ഡിലേ ആവും. 9:54 എടുക്കേണ്ട ട്രെയിൻ 10:23 ഇവിടുന്ന് എടുത്തത്. കുറച്ച് ഡിലേ ആയി. മുംബൈ CSMT റെയിൽവേ സ്റ്റേഷനോട് വിടാം. ലോക്കൽ ട്രെയിൻ ഇതാ വരികയാണ്. ട്രെയിനിലൊന്നും തിരക്കേയില്ല. മുംബൈൻ്റെ ഒരു ജീവൻ നാടി തന്നെയാണ് ലോക്കൽ ട്രെയിൻ. സാധാരണക്കാരനും പൈസ ഉള്ളവനും എല്ലാവരും യാത്ര ചെയ്യുന്നത് ഇതിൽ തന്നെയാണ്. ഒരു ലോക്കൽ ട്രെയിൻ കണ്ട ഇറങ്ങി വരിക.
ട്രെയിനിൻ്റെ 36-ാം നമ്പർ സീറ്റ് ഇവിടെയാണ്. എൻ്റെ 9-ാം നമ്പർ സീറ്റ് അങ്ങ് അവിടെയുമാണ്. ട്രെയിൻ അങ്ങനെ താണെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നൈസായിട്ട് ഇവിടുന്ന് ഒരു ലോക്കൽ ട്രെയിൻ ഓവർടേക്ക് ചെയ്ത് പോയിരിക്കുകയാണ്. 11 മണിയായി. ട്രെയിൻ ഇതാ താണെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 11:02. ഈ ട്രെയിനിന്റെ അടുത്ത സ്റ്റോപ്പ് ഇനി പനവേലാണ്. പനവേല് വിട്ട് കഴിഞ്ഞാൽ പിന്നെ രത്നഗിരി മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ അടുത്ത സ്റ്റോപ്പുകളൊക്കെ വരുന്നത്. ഇന്ന് രാത്രിക്കത്തെ കാഴ്ച ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നാളെ രാവിലെ മുതൽ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 7:30. ഗോവയിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. കർമാലി സ്റ്റേഷൻ. ഇവിടെ 1 മണിക്കൂർ ഡിലേ ആയിട്ടാണ് ട്രെയിൻ എത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രിക്കത്തെ ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നെന്ന് വെച്ചാൽ ഞാൻ വേറെ സ്ഥലത്ത്, മനു വേറെ സ്ഥലത്താണ്. എന്റെ അടുത്ത് എന്ന് വെച്ചാൽ താനേന്ന് കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് ആയിട്ട് വന്നിട്ട് നമ്മുടെ ഫ്ലോർ ഇല്ലേ, അവിടെ തന്നെ അങ്ങ് വിരിച്ചു കിടന്നിട്ടുണ്ടായിരുന്നു. ടി വന്നിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്യാൻ. ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവര് കങ്കാവാലി ഇറങ്ങിപ്പോയി. കയറി കഴിഞ്ഞ ഉടനെ കുറച്ച് ഒച്ചപ്പാടും ബഹളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഒന്ന് മിണ്ടാതിരി കിടക്കെന്ന് പറഞ്ഞിട്ട്, കാരണം നമുക്ക് നല്ല രീതിയിൽ പോകണല്ലോ. തീർച്ചയായിട്ടും. അതായത് ഇന്നലെ ട്രെയിനിലേക്ക് കയറുന്ന സമയത്ത് തന്നെ കയറുകയാണ് ആൾക്കാരല്ലേ. അതുകൊണ്ടാണ് നമുക്ക് CST കയറിയ സമയത്തുള്ള ക്യാപ്റ്റേഴ്സ് ഒന്നും മര്യാദക്ക് എടുക്കാൻ പറ്റാത്തത്. കാരണം എല്ലാം ഇടിച്ചു. കാരണം ട്രെയിൻ വന്നത് പുറപ്പെടുന്ന സമയത്ത് ആ ഒരു സമയത്തല്ലേ വന്നത്. അതെ അതെ അതെ. ഗോവയിൽ ഈ ട്രെയിൻ 2 സ്റ്റോപ്പുകളെ ആകെയുള്ളൂ. ഒന്ന് കർമാലിയും മറ്റൊന്ന് മഡ്ഗാവും. ഇത് മഡ്ഗാവിൽ നിന്ന് സാവന്ത്വാഡിയിലേക്ക് പോകുന്ന പാസഞ്ചറാണ്. സാവന്ത്വാഡിയിൽ നിന്ന് ഈ ട്രെയിൻ തന്നെ ദിവയിലേക്ക് പോകും, സിന്ധുദുർഗ് എക്സ്പ്രസ് ആയിട്ട്. കൊങ്കൺ റെയിൽവേയിലേക്ക് ഒരു പാസഞ്ചർ ട്രെയിനാണ് LHB. അതിന് ഇവിടുന്ന് സിഗ്നൽ കിട്ടി. ഇനി അടുത്തത് നമുക്ക് മഡ്ഗാവ്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇന്ന് മൂടപ്പെട്ടൊരു അന്തരീക്ഷമാണ്. നല്ലൊരു വെയിലുണ്ടെങ്കിൽ നല്ല ഭംഗിയായനെ ഇത് കാണാൻ. 8:08 മഡ്ഗാവ് ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മഡ്ഗാവ് ഹസ്രത്ത് നിസാമുദ്ദീൻ ഗോവ രാജധാനി എക്സ്പ്രസ്. ഇവിടുന്ന് വാട്ടറിംഗ് ഒക്കെ ഉണ്ട്. അത് നിറഞ്ഞിട്ട് ഇതാ ഒരു പൈപ്പ് അവിടെ നിന്ന് റിലീസായിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന ട്രെയിനില്ലേ, ഇതും ഗോവ രാജധാനിൻ്റെ MT റേക്ക് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി 2 റേക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. മഡ്ഗാവ് ജംഗ്ഷനിൽ ഈ ട്രെയിന് 10 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ മുംബൈ CST നിന്ന് മംഗളൂരു ജംഗ്ഷൻ വരെ സ്ലീപ്പർ ക്ലാസ്സിന് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 565 രൂപയാണ്. ഗോവയിൽ നിന്ന് ഇതുവരെയായിട്ടും സിഗ്നൽ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ഇതുപോലുള്ള സ്റ്റാളുകളിലും ചോക്ലേറ്റുകൾ നമുക്ക് കാണാം. പല വെറൈറ്റി ആയിട്ടുള്ള മിഠായികൾ, ലഡു എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാ ഇപ്പം ഗോവയിലേക്കെല്ലാം വരുന്നവർ ഇതൊക്കെ വാങ്ങിച്ചിട്ടാണ് തിരിച്ചു പോവുക. മണ്ടോവി എക്സ്പ്രസിന്റെ അനൗൺസ്മെന്റ് ആണ് ഇപ്പോൾ ഇവിടെ കേൾക്കുന്നത്. 8:23 മഡ്ഗാവ് ജംഗ്ഷൻ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. മഡ്ഗാവ് ജംഗ്ഷൻ വരാൻ കാരണം നമ്മളിപ്പോൾ വന്ന കർമാലി റൂട്ട്, പിന്നെ ഇപ്പോൾ പോകുന്ന കാർവാർ റൂട്ട്, മറ്റൊന്നുള്ളത് നേരെ കുളം ദൂദ്സാഗർ വഴിയുള്ളത്. ഇപ്പോൾ 3 റൂട്ട് വന്നല്ലോ, ജംഗ്ഷനായി. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് ഇനി കർണാടകയിലാണ്. ഒരു ക്രോസിങ്ങിന് വേണ്ടി ട്രെയിൻ നിർത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി KSR ബംഗളൂരിൽ നിന്ന് കാർവാറിലേക്ക് വിട്ട പഞ്ചഗംഗ എക്സ്പ്രസ് അത് രാവിലെ 8:25 ആകുമ്പം കാർവാറിലെത്തും.
അവിടുന്ന് 8:30 തന്നെ കാർവാർ മഡ്ഗാവ് പാസഞ്ചറായിട്ട് വരും. അപ്പോൾ ആ ട്രെയിൻ ഇപ്പം ഇതുവഴി കടന്നു പോകും. ഈ സ്റ്റേഷൻ്റെ പേര് കണാകൊണ എന്നാണ്. കണകൊണ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ കേട്ടാ. ആ വണ്ടി ഇപ്പോൾ ഇവിടെ വരും. ഒരു 2 കിലോമീറ്റർ മുന്നേ ഉണ്ട്. ട്രെയിൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ഉള്ളത്, അതായത് ക്ലീനിങ് ഒക്കെ ഉള്ളത് മഡ്ഗാവ് എന്നാണ്. ഇത് തിരിച്ച് വൈകുന്നേരം ഇതുപോലെ തന്നെയാണ്. മഡ്ഗാവിൽ നിന്ന് കാർവാറിലേക്ക് പാസഞ്ചറായിട്ട് വരും. കാർവാറിൽ നിന്ന് പിന്നെ ബാംഗ്ലൂരിലേക്ക് പഞ്ചഗംഗ എക്സ്പ്രസ് ആയിട്ട് പോകും. 9:26 ട്രെയിൻ എങ്ങനെ കർണാടകയിലെ കാർവാർ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു, തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിലേക്ക് പോകുന്ന എക്സ്പ്രസ്. ഇതിനിവിടെ ഓൾറെഡി സ്റ്റോപ്പൊന്നുമില്ല. നമ്മളുടെ വണ്ടി വരാൻ വേണ്ടി ഇത് ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നാണ്. അൺറിസർവ്ഡൊന്നും വലിയ തിരക്കൊന്നുമില്ല ഇതിൻ്റെ. ഗംഗാവലി നദി. ട്രെയിൻ ഇപ്പം 110 km/h സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. ഉത്കൃഷ്ട കോച്ചിന്റെ പരമാവധി വേഗതയാണ് 110 km/h. ട്രെയിൻ ഇപ്പോൾ കുംട്ട സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്, മംഗളൂരു സെൻട്രൽ മഡ്ഗാവ് എക്സ്പ്രസ്. ഈ ട്രെയിൻ തന്നെയാണ് കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ, കണ്ണൂർ ചെറുവത്തൂർ പാസഞ്ചർ, ചെറുവത്തൂർ മംഗലാപുരം പാസഞ്ചർ. അപ്പോൾ ഒരുപാട് വണ്ടികളായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട്. മറ്റൊരു ട്രെയിൻ കൂടിയുണ്ട്, മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് ആയിട്ടും. അപ്പോൾ ഇവിടെ ഈ ട്രെയിനൊക്കെ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന മുംബൈ മംഗലാപുരം വണ്ടി ആദ്യമായി ഓടിത്തുടങ്ങിയത് 2009-ലാണ്. അന്ന സമയത്ത് മുംബൈയിൽ നിന്ന് കർവാർ വരെ ട്രൈ വീക്കിലി ആയിട്ടുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഉണ്ടായത്. പിന്നീടാണ് ഇത് മംഗലാപുരം ജംഗ്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. അതുപോലെ തന്നെ മുംബൈ CST നിന്ന് മംഗലാപുരം ജംഗ്ഷൻ വരെ ഈ ട്രെയിനിൽ 13 സ്റ്റോപ്പുകളാണുള്ളത്. ഓപ്പറേറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞല്ലോ, CR സെൻട്രൽ റെയിൽവേ ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ട്രെയിൻ അങ്ങനെ മുരുടേശ്വർ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ട്രെയിൻ സ്റ്റോപ്പില്ല, പക്ഷേ സ്ലോ ആക്കുന്നുണ്ടല്ലോ. നിർത്തുന്നവരിത് കാണുന്നുണ്ട്. ട്രെയിൻ ഇവിടെ നിർത്തി. ഒരു വണ്ടി വരാനുണ്ട്, മംഗളൂരു സെൻറ്ററിൽ നിന്ന് മഡ്ഗാവിലേക്ക് പോകുന്ന വന്ദേ ഭാരത്. അതൊരു 2 കിലോമീറ്റർ മുന്നേ ഉണ്ട്. ആ ട്രെയിൻ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തുള്ളൂ. അതുപോലെ തന്നെ മുരുടേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ മുരുടേശ്വരം ക്ഷേത്രത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താനുള്ളതേ ഉള്ളൂ. കാരണം ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട് തന്നെ ഓട്ടോ കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങിയാൽ തന്നെ ബസ് സൗകര്യമുണ്ട്. 2 കിലോമീറ്ററാണ് റെയിൽവേ സ്റ്റേഷനുള്ള ദൂരം. വന്ദേ ഭാരത് വരുന്നുണ്ട്. ട്രെയിൻ ഇപ്പോൾ ബത്കൽ റെയിൽവേ സ്റ്റേഷൻ എത്തി. അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ 2 അൺറിസർവ്ഡാണ് ഉള്ളത്, ഒന്ന് മുന്നിലും ഒന്ന് പിറകിലും. അതുപോലെ തന്നെ 7 സ്ലീപ്പർ ക്ലാസ്. തേർഡ് AC വരുവാണെങ്കിൽ 5 എണ്ണം, 2 സെക്കൻഡ് AC. 11:28 ട്രെയിൻ ഇതാ മൂകാംബിക റോഡ് ബൈന്ദൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. മൂകാംബികയിലേക്ക് പോകേണ്ടവർക്ക് ഇവിടെ ഇറങ്ങണം. ഞങ്ങൾ ആദ്യമായിട്ട് മൂകാംബികയിലേക്ക് പോയത് ട്രെയിനാണ്. ഈ ട്രെയിനിലാണ് അന്ന് യാത്ര ചെയ്തത്. മംഗലാപുരത്ത് നിന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷം വണ്ടി എടുക്കും, ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ എത്തും. സുഖമായിട്ട് നമുക്ക് ഈ ട്രെയിനിൽ കയറി വരാം. ബൈന്ദൂരിൽ നിന്ന് മൂകാംബികയിലേക്ക്, അതായത് കൊല്ലൂരിലേക്ക് 28 കിലോമീറ്റർ ദൂരമുണ്ട്. നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ടാക്സി കിട്ടും. അതല്ല ഇനിയിപ്പോൾ 1 കിലോമീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബസ് സ്റ്റാൻഡുണ്ട്, ബസ്സിന് വേണമെങ്കിലും പോവാം. ബൈന്ദൂരിൽ നിന്ന് അങ്ങനെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇവിടെ ആകെ ഒരു പ്ലാറ്റ്ഫോമും ഒരു ട്രാക്കും മാത്രമേ ഉള്ളൂ. നല്ല വീതിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്. ഇവിടെ വെയിറ്റിംഗ് റൂമൊക്കെ ഉണ്ട്. പുറത്തേക്കുള്ള വഴി, ഇഷ്ടംപോലെ മലയാളികളുണ്ട് ഇവിടെ. നമ്മുടെ ഈ ട്രെയിനിൻ്റെ തൊട്ട് പുറകെ തന്നെ ഓഖ എറണാകുളം എക്സ്പ്രസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി പോകേണ്ട ആൾക്കാരായിരിക്കാം ഇത്.
നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു ട്രെയിൻ ഉണ്ടല്ലോ, ഈ ട്രെയിന് മറ്റൊരു പേര് കൂടി ഉണ്ട്. എല്ലാവരും വിളിക്കുന്നത് റോക്കറ്റ് എക്സ്പ്രസ് എന്നാണ്. ഈ റോക്കറ്റ് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ ഉണ്ട്. കാരണം ഈ റൂട്ടിലെ കൂടെ, അതായത് മുംബൈ മംഗലാപുരം റൂട്ടിലത്തെ ഏറ്റവും വേഗതയേറിയ ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ഈ പറഞ്ഞ ഈ വണ്ടി തന്നെയാണ്. നമ്മുടെ മംഗലാപുരത്ത് നിന്ന് മുംബൈ ഭാഗത്തേക്ക് പനവേലിലേക്ക് പോകുന്ന സമയത്ത് മാംഗ്ലൂർ ജംഗ്ഷൻ ടു പനവേലി രാജധാനി എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ 35 മിനിറ്റാണ്. ഈ വണ്ടീൻ്റെ കാര്യം പറയുവാണെങ്കിൽ 13 മണിക്കൂർ 7 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഈ വണ്ടിയും കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ LTT ഗരീബ് രഥ്, അമൃത്സർ വണ്ടി, ഈ പറഞ്ഞ ദുരന്തോ ഇതൊക്കെ വരുന്നത്. അതായത് ഏറ്റവും വേഗതയേറിയ വണ്ടി കൂടിയാണ് ഈ റോക്കറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പറയുന്ന പേര് റോക്കറ്റ് എന്നായത്. ട്രെയിൻ ഇതാ ഉഡുപ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. മുംബൈ CSMT റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 899 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ മംഗളൂരു ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1:26 സമയം. പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്കാണ് ട്രെയിൻ വന്നത്. ഞങ്ങളുടെ ബെർത്ത് ഉണ്ടായത് ഈ 9ാം നമ്പർ ബെർത്തും മറ്റൊന്ന് ഇതാ ഇവിടെ 36, ഈ 2 ഭാഗത്തായിരുന്നു ഉണ്ടായത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഈ ട്രെയിൻ നിലവിലിപ്പം ഉത്കൃഷ്ട കോച്ചാണല്ലോ. അടുത്ത മാസം മുതൽ, മാർച്ച് മാസം മുതൽ ഇത് LHPയിലേക്ക് മാറിയാണ്. എന്തായാലും മാറണം, കാരണം ഒരുപാട് പഴക്കമുള്ളൊരു കോച്ചിലുള്ള ട്രെയിനാണല്ലോ ഇത്. 2 മണിക്ക് തന്നെ ഇത് തിരിച്ചിപ്പോൾ മുംബൈയിലോട്ട് പോകും. നേരെ പുറത്തോട്ട് പോവാം. ബംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ റെനോവേഷനാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു കുറച്ച് നടന്നു കഴിഞ്ഞാൽ മെയിൻ റോഡ് എത്തും. അവിടെ നിന്ന് നമുക്ക് പോകാനുള്ള ബസ് കിട്ടും. അങ്ങ് അവിടെ ഒരു ബസ് ഉണ്ട്, പക്ഷെ അത് ഇപ്പോഴൊന്നും പോകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതുവഴി തന്നെ നടക്കാം. ഈ ചെറിയ വഴിയാണ് നമുക്ക് പോകാനായിട്ടുള്ളത്. പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറൊക്കെ ഉണ്ട് അവിടെ. ബസ് ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോൾ പിന്നെ അതിന് പോകുന്നത് തന്നെയാണല്ലോ നല്ലത്. മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 5 കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട്. അപ്പോൾ ഓട്ടോ ആക്കി പോവുകയാണെങ്കിൽ ഒരു 150-200 രൂപയൊക്കെ ആവും. ബസ്സിന് പോവുകയാണെങ്കിൽ ഒരു 15 രൂപയെ മാക്സിമം ആവുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു മെയിൻ റോഡ് ഉണ്ട്, അവിടത്തേക്ക് ഇതാ നടന്ന് ഏകദേശം എത്താനായി. ഇതേ ഈ കാണുന്ന റോഡിലേക്ക് നമ്മളിത് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ തന്നെ നിന്നാൽ മതി. ഇവിടെ തന്നെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ബസ് ഇപ്പോൾ വരും. ഇപ്പോൾ 1:40 ആണ്. 2:25 തിരുവനന്തപുരത്തേക്ക് പോകുന്നൊരു എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ അതിന് പോകാനാണ് ഒരു പ്ലാൻ. ബസ് ഇപ്പോൾ ഇവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു സമയത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഇനി സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ സ്ഥലം, അതാണ് ബസ് സ്റ്റാൻഡിൻ്റെ പേര് വരുന്നത്. അങ്ങോട്ടേക്ക് പോകുന്ന ബസ്സിൽ ഏത് അങ്ങോട്ട് പോകുന്ന ഏത് ബസ്സിനും കയറാം. കാരണം പ്രൈവറ്റിനാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഏത് ബസ്സിന് കയറി കഴിഞ്ഞാൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി. അവിടെ വണ്ടി വരുന്നതൊന്നും കാണുന്നുമില്ല. ഈ ബസ് വന്നിരിക്കുകയാണ്. ഒരാൾക്ക് സെൻട്രൽ വരെ 15 രൂപയാണ് ആയത്. 1:55 സമയം. ഒരു അരമണിക്കൂർ കൂടി ഉണ്ട്, പെട്ടെന്ന് എത്തണം. പമ്പലെത്തി വണ്ടി. ഇപ്പോൾ മഹാവീര സർക്കിൾ, ഇത് നേരെ ഇത് ഹൈവേ ആണ് കേട്ടോ. നേരെ പോകുന്നത് കാസർഗോഡേക്ക്, മറ്റേ നേരെ പോകുന്നത് ഉടുപ്പി ഭാഗത്തേക്ക്. നമ്മൾ നേരെ പോകുന്നതിന് സിറ്റി ഭാഗത്തേക്ക്.
അതിന്റെ മേലെ കൂടെയാണ് ഹൈവേ പോകുന്നത്. സ്റ്റേഷനിലേക്കുള്ള ആ ഒരു ജംഗ്ഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. 2:05 ഇനി 20 മിനിറ്റും കൂടി ഉണ്ട് നവി ട്രെയിൻ പുറപ്പെടാൻ. നമുക്ക് നടന്നു പോകുന്നെങ്കിൽ വൈകി ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. അതെ 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 അതെ. പിന്നെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ കയറാം. ട്രെയിനിൽ എന്തായാലും കിട്ടും, പക്ഷെ സീറ്റ് കിട്ടുമെന്നൊരു സംശയമുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിന്റെ മുന്നിൽ പോയി കയറിയാലോ. കാരണം എല്ലാരും പുറകിലേ കയറുള്ളൂ, കാരണം മംഗലാപുരത്തിന്റെ ആ ഒരു പൊസിഷൻ അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ മുന്നിൽ പോയി കയറാം. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. റിസർവേഷനും അൺറിസർവ്ഡിൻ്റെയും 2 കൗണ്ടർ ഇവിടെ തന്നെയാണ്. മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നീലേശ്വരത്തേക്ക് ഒരാൾക്ക് അൺറിസർവ്ഡിൽ വന്ന ടിക്കറ്റ് ചാർജ് 45 രൂപയാണ്. 2:15 ഇനി 10 മിനിറ്റും കൂടി ഉണ്ട്. ഇവിടെയാണ് ഫ്ലാഗൊക്കെ വരുന്നത്. ഇപ്പോൾ വിചാരിച്ച പോലെ തന്നെ എത്തി. മംഗളൂരു സെൻട്രൽ ഒരു ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം എക്സ്പ്രസ് നിന്ന് പുറപ്പെടുന്നത് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. ഇവിടെ ആകെ 5 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. MAQ എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. പുറകിൽ ഒരു ജനറൽ മാത്രമേ ഉണ്ടായുള്ളൂ, മുന്നിൽ 2 എണ്ണം ഉണ്ട്. അങ്ങനെ നടന്ന് കിതച്ച് ഒരു 1.5 വെയിലും അല്ലേ, ഒരുപാട് തളർന്നു പറയാം, വേർത്ത് കുളിച്ച് ഓടിയിട്ടല്ലേ വരുന്നത്. അങ്ങനെ നീലേശ്വരത്ത് ഇതാ എത്തിയിരിക്കുകയാണ്. മംഗലാപുരത്ത് നിന്ന് ഇതിൻ്റെ അൺറിസർവ്ഡിലേക്ക് കയറിയ സമയത്ത് ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലുള്ള സ്ഥലം ഉണ്ടായില്ല. ഈ ട്രെയിൻ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഉള്ളത് ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ആണ്. അത് 4:55 നീലേശ്വരം. ഇവിടെ നിന്നൊരു യാത്ര തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഓരോരോ അനുഭവങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ യാത്ര തുടങ്ങുന്ന സമയത്ത് വല്ലാത്തൊരു വിഷമാണ് അല്ലേ നവി? വീടൊക്കെ വിട്ട് ഇറങ്ങുന്ന സമയത്ത്, അത് വീട് വിട്ട് പോകുന്ന സമയത്ത്, അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോകാം. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടില്ല, നേത്രാവതി എക്സ്പ്രസിന് തിരുവനന്തപുരത്ത് നിന്ന് LTTയിലേക്ക് പോകുന്നത്. അപ്പൊ അത് നീലേശ്വരത്ത് എത്തിയ സമയത്ത് ഉണ്ടല്ലോ, വല്ലാത്തൊരു വിഷമം ഉണ്ടായത്. തീർച്ചയായിട്ടും. പിന്നെ അത് യാത്ര തുടങ്ങുന്ന സമയത്ത് പിന്നെ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും സാധാരണ ഗതിയിലാവും. തീർച്ചയായും എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ എത്തുമുണ്ടല്ലോ. അയ്യോ, നീലേശ്വരത്ത് ട്രെയിൻ വന്ന് ഇറങ്ങുമ്പോൾ ഇനി എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. കാരണം അതങ്ങനെയാണല്ലേ. അല്ല, ഒന്നാമത് നമ്മൾ യാത്ര ചെയ്ത ആ ഒരു രീതികൾ, പിന്നെ ഭക്ഷണമൊക്കെ വളരെ നമ്മൾ വിചാരിച്ച പോലെ ഭക്ഷണം കിട്ടൂലല്ലോ. അതെ അതെ അതെ. അപ്പം അതൊക്കെ കണ്ടാണ് പിന്നെ വീട്ടിലെങ്ങനെയൊക്കെ എത്തണം എന്നൊക്കെ വിചാരിക്കും. എല്ലാവർക്കും അവനവൻ്റെ നാടല്ലേ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ്. ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ടല്ലോ, ഗുഡ്സാണ്. നീലേശ്വരത്ത് ഞങ്ങളുടെ ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു വണ്ടി ഉണ്ടായത്. ഒരുപാട് പ്രയാസപ്പെട്ടു ഇത് ഓൺ ചെയ്യാൻ വേണ്ടി, ചവിട്ടി. കാരണം ഇപ്പം നല്ല തണുപ്പല്ലേ ഇവിടെ, അതുകൊണ്ട് തന്നെ ഓണാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ കരിന്തളം എന്നൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക്. ഈ കാണുന്ന വഴി നേരെ പോയാൽ ഒരു 2-3 ബസ്സുകൾ ഒരേപോലെ പോയതേ ഉള്ളൂ. ഞങ്ങൾ ആദ്യമായിട്ട് മൂകാംബികയിലേക്ക് പോയതും ആദ്യമായിട്ട് മുംബൈയിലേക്ക് പോയതും ഈ ഒരു ട്രെയിനാണ്. ഏകദേശം ഒരു 4 വർഷങ്ങൾക്ക് മുന്നേ. കാരണം ആ സമയത്തും ഇതേ കൊച്ചിലെ വണ്ടി തന്നെ, ഇപ്പോഴും ഇതന്നെ. 1 മാസം കൂടെ കഴിഞ്ഞാൽ ഈ വണ്ടി LHBയിലേക്ക് മാറും. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിക്ക് LHB ആവേണ്ട സമയം അതിക്രമിച്ചു. കാരണം വെച്ചാൽ അത്ര പഴയ കോച്ചാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മനു പറഞ്ഞു മൂകാംബികേൻ്റെ കാര്യം. മൂകാംബികയിലേക്ക് മംഗലാപുരത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ നല്ലൊരു വണ്ടി കൂടിയാണ് ഇത്, മുംബൈയിലേക്ക് പോകുന്ന വഴി. പിന്നെ ഈ വണ്ടി എന്ന് വെച്ചാൽ മുംബൈയിൽ നിന്ന് വരുമ്പം ഡിലേ ആയി പോയി കഴിഞ്ഞാൽ മംഗലാപുരം എത്തിക്കഴിഞ്ഞാൽ അത്രയല്ലേ സമയമുള്ളൂ, പെട്ടെന്ന് തന്നെയാണ് പോകുന്നത്. അപ്പം അത് ലേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പം എന്താ പറയുക, അങ്ങോട്ടേക്കുള്ള ഒന്ന് വണ്ടി ഡിലേ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിന്റെ മൺസൂൺ ടൈമിങ് വ്യത്യസ്തമാണെന്ന് പറയാം. പിന്നെ അല്ല, ഇതിൽ വേറെ കാര്യമുണ്ട്. ഈ വണ്ടി ഉത്കൃഷ്ട പഴയ കോച്ചാണെങ്കിലും സ്പീഡിന് ഒരു കാര്യമില്ല, അതുകൊണ്ട് തന്നെയല്ലേ റോക്കറ്റ്. അതെ, റോക്കറ്റ് എന്നാണ് നമ്മൾ ഈ വണ്ടിനെ വിളിക്കുന്നത് തന്നെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, മുംബൈയിൽ നിന്ന് നിങ്ങൾ മംഗളൂരു ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വന്നല്ലോ ധൃതിപ്പെട്ടിട്ടാണ്, കാരണം ഇന്ന് വണ്ടി കുറച്ച് ഡിലേ ആണ്. അങ്ങനെ വന്ന് ഈ പറഞ്ഞ തിരുവനന്തപുരം വണ്ടിയൊക്കെ ഒരു കണക്ഷൻ തന്നെയാണ്, നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ്റും. ഇന്നത്തെ നിലവിൽ ഇപ്പോൾ കണക്ഷൻ ഒന്നും ഇല്ല, പക്ഷേ ഈ പറഞ്ഞു വന്നത് നമുക്കിങ്ങനെ വണ്ടികൾ ഉപയോഗിച്ച് നേരെ കേരളത്തിലേക്ക് വരാൻ പറ്റിയ ഒരു കണക്ഷൻ. തീർച്ചയായും. അപ്പം എന്താ പറയുക, അടുത്തൊരു പുതിയ യാത്രയൊക്കെ വൈകാതെ തന്നെ തുടങ്ങും, കാരണം ഇത് വലിയൊരു യാത്ര തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മറ്റു ദിവസം കണ്ടുവന്നേക്കും. ബൈ.